കച്ചവടം ഒന്നും കുഴപ്പമില്ല. എന്താ സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയാണല്ലേ? പിന്നെ ഒക്കെ നമ്മക്ക് ഒരു 10 ആള് വന്ന് നമ്മള് സംഗതി അങ്ങ് കിടക്കും. ഓ സംഗതി ചെറിയ കടകളിൽ അലിക്കുള്ള ആളാണ് നീയുള്ളൂ. നീയായ കാരണം ഇതിന്റെ ഉള്ള എങ്ങനെ വേണേലും തേരപ്പാര നടക്കാതിരിക്ക്. അത്രയ്ക്കല്ലേ ഉള്ളൂ. മെരുവിന് കൂട്ടിട്ടുള്ള മാതിരിയാ നിന്നെ കാണുമ്പോ. ഈ മുടിയാരെ പറിച്ചോണ്ടാണ് സുധിയെ. ആൾക്കാർക്ക് കാണാനല്ലോ. സെക്കൻഡ് ഷോയ്ക്ക് ആള് കയറിയ മാതിരിയാണ്. ഉള്ളത് കളയണ്ട നീ. അതെങ്ങനെയും വിറ്റ് കാശാക്കാൻ നോക്ക്. എന്താ കടയിലെ പഴക്കൊലി നിന്റെ തലമാരിയാണല്ലോ സുധിയെ. അവിടെയും ഇവിടെയും മാത്രമല്ലല്ലോ പഴം. സുധിയെ സുഖല്ലേ? ഓ എനിക്ക് സുഹൃത്തിന് എന്താ കുറവ് കുട്ടിയെ. നീ സുരേഷിന്റെ മോനല്ലേ? നീ ഇപ്പൊ എന്തിനാ പഠിക്കുന്നത്? ബിടെക് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വല്ല ഗുണമുണ്ടോ? അല്ല പഠിപ്പ് എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. പണിക്ക് പോയിട്ട് കുടുംബം നോക്കണട്ടോളി. അല്ല ഓരോന്ന് പറയാണേ. ട്രാവൽസർ ഇട്ടോണ്ട് ആള് ചെറുപ്പാവില്ല. പ്രായം തന്നെയാണ്. ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോഴേ എന്തെങ്കിലും പണിക്ക് പോയിട്ട് കുടുംബം നോക്കണം. എന്തേ ശരിയല്ലേ ഞാൻ പറഞ്ഞേ? എന്താ മോനാ എന്റെ പല്ല് കാണുമ്പോ റഷ്യൻ ടീമില് ആഫ്രിക്കൻ കോഴി ഇറങ്ങിയ മാതിരിയാണല്ലോ. ഒരെണ്ണം മാത്രം വേറെ കളറ്. സുധിയെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 കൊല്ലായി അല്ലേ? എന്റെ കല്യാണം കഴിഞ്ഞ് 3 കൊല്ലായി. കുട്ടികള് 2 കുട്ടികളുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായി. 3 കുട്ടികളും ഉണ്ട്. ശരി. എന്റെ കല്യാണം കഴിഞ്ഞില്ലല്ലേ? കൈപ്പ് കുട്ടികളായിക്കോളും. മോനാ കുട്ടികളുണ്ടാവും കല്യാണം കഴിക്കണമെന്നില്ല. ഇവിടെ ഒരാളുണ്ട് 5-8 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്. സ്വന്തം കുറവെന്താ എപ്പോഴും മനസ്സിലായില്ല. നാട്ടുകാരെ കുറ്റം അങ്ങനെ കണ്ടുപിടിച്ച് നടക്കുക. ഞാൻ തമാശ പറഞ്ഞോ? പുള്ളി തോളെ കുടിച്ച് ഗ്യാസ് കയറ്റി കിടക്കാടാ. മൈ നിർത്ത്. ആള് കുറച്ചു കാലായിട്ടേ നടന്ന് കളിയാക്ക. അവനവന്റെ കുറ്റൊന്നും മനസ്സിലാക്കണല്ലോ. ഈ നിന്ന നേരം കൊണ്ട് എന്റെ തലേനെ കൊണ്ട് എന്റെ കോലം കൊണ്ട് എന്തെല്ലാം പറഞ്ഞു കുട്ടിയെന്നറിയോ? ഞാൻ പിന്നെ വേണ്ടേറ്റ ചോട്ടയാൻ കുറിച്ച് പോട്ടെ. അതാ ഞാൻ പറഞ്ഞതേ, ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇതൊരു പതിവാ. ഇടക്കൊരു ഡോസ് കൊടുത്തില്ലെങ്കിൽ ഓലങ്ങോട്ട് കയറി പോകും. അത് വേണം. നീ എന്തെങ്കിലും വർത്താനം പറഞ്ഞിട്ട് നാക്ക് ഞാൻ പുഴുതറിയും ഞാൻ. അല്ലെങ്കിൽ തന്നെ നാട്ടുകാരെ പറഞ്ഞ എന്തിനാണ്? ബാക്കിയുള്ളവർക്ക് ഗതിയിലേട്ടൻ ഓരോ കാര്യങ്ങള്. ഒന്നുമില്ല. 5-8 വർഷമായി മനുഷ്യൻ ഇങ്ങനെ സഹിക്കാൻ തുടങ്ങിയിട്ട്. ഒരു കുഞ്ഞു കാല് കാണാൻ വേണ്ടിട്ട് ഇനി ചെലവാക്കാത്ത ഒന്നുമില്ല. വേദി കേട്ടോനാണെങ്കിൽ ഒന്നും ശരിയാവണമില്ല. വന്നവനും പോയവനൊക്കെ കളിയാക്കാൻ തന്നെ ഇപ്പൊ നേരമുള്ളൂ. മനുഷ്യനെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. എന്തിനെങ്ങനെയാണെന്ന് ഉച്ചയെടുക്കണേ? അല്ലാണ്ട് പിന്നെ എങ്ങനെയാണ്? വെറുതെ ഒരു സോഡ കുടിക്കാൻ കയറുന്നതാണ് ഞാൻ അവിടെ കടയില്. അപ്പൊ എന്ത് അവിടെ പാറയിലെ മോനും സുതിയും കൂടിയിട്ട് കളിയാക്കുന്നു. എന്താണ് 5-8 കൊല്ലായാലോ ഇതുവരെ കുഞ്ഞുകാല് കണ്ടിട്ടില്ല, ഞങ്ങൾക്കൊക്കെ കുട്ടികളായി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് തമാശ. നിങ്ങൾ എന്തെങ്കിലും അവരോട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ ഈ ജാതി വർത്താനം പറയില്ല. ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് ചിരിക്കാനുള്ളതാണ്. നിങ്ങൾ ആവശ്യമില്ലാതെ ഓരോന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മേടിച്ചോണ്ട് വരണ എന്തിനാ? എന്ത് പറഞ്ഞു? നീ പറഞ്ഞു, നീ കേട്ടാ നീ. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. അത് കേട്ടിട്ടുണ്ട്. വെറുതെ വർത്താനം പറയാന്ന് കണ്ട്. ഒന്നാമത്തെ ചക്ക എന്ന് പറയുമ്പോ മാങ്ങാന്ന് പറയണ എന്താണ് നീ? ഞാൻ പറഞ്ഞ കാര്യം അതല്ലോ. എന്റെ കയ്യിൽ ഇനി ഗതിയില്ല. എന്റെ 10 പൈസ ഇല്ല എന്റെ കയ്യില്. ഒരു കുഞ്ഞു കാല് പറക്കണം എന്നെനിക്ക് പൈസ ചെലവാക്കണം നീ. അതാണ് ഈ പറഞ്ഞു വരുന്നത്. ഡോക്ടർ IVF ചെയ്യണ കാര്യം പറഞ്ഞല്ലേ? IVF IS എടുക്കണമെങ്കിൽ ഇവിടെ കയ്യിൽ കാശ് വേണ്ടേ? എന്നിട്ട് വേണ്ട ഡോക്ടറെ പോയി കാണാന്. ശീതളേട്ടനെ എന്തിനാ എന്നിങ്ങനെ കുറ്റപ്പെടുത്തും പോലെ പറയണേ? ഞാൻ എന്നോട് പറഞ്ഞില്ല. എന്നോട് എന്താ പറഞ്ഞു? ഞാൻ അച്ഛനൊന്ന് പോയി കാണും, 10 പൈസ ഉണ്ട് മേടിക്കുന്നു പറഞ്ഞിട്ട് നീ എന്താ പറഞ്ഞേ? എനിക്ക് നാണക്കേടുന്ന്. അപ്പൊ നാണം കേട്ടോ അവിടെ ഇരിക്കേ. ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ നാണം കേട്ടെ. അച്ഛനോട് ഇതൊക്കെ പോയിട്ട് എങ്ങനെ പറയാ? അച്ഛനോട് എങ്ങനെ പറയാന്നാ? ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിക്കുക, എന്നിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുക. എന്നിട്ട് ഡോർ തുറക്കുമ്പോ അച്ഛൻ വരും. അപ്പൊ അച്ഛനോട് അങ്ങോട്ട് പറയാ. അങ്ങനെ തന്നെ.
ബാക്കിയുള്ളവർക്ക് ഗതിയില്ലാത്തോണ്ടാണ് ഈ പറഞ്ഞത്. ചെലവാക്കി നശിച്ച് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ആൾക്കാരും കൂടെ. ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയിട്ട് വരുമ്പോ ഒരു നേരത്തെ ചോറ് തരാതെ നീ എവിടത്തെ ഭാര്യയാണ്? എവിടെ ഭാര്യ? ചോറ് കട ചോറ് വെക്കാതെ എന്ത് ചോറ് കലവാടി? എന്താ ചോറ് കലവാടി? നീ ഇറങ്ങി പോകുന്നതൊക്കെ എന്താ കാര്യമാണ്? ഞാൻ വെച്ച വീടാണ് ഇത്. ഞാൻ വെച്ച വീട് ഇത് എന്റെ അധ്വാനത്തില് എന്റെ പൈസയിൽ ഉണ്ടാക്കിയ വീടാണ്. അവിടെ ഇറങ്ങി പോകുന്നത് കൊട്ടാരത്തിൽ വാഴ്ത്താൻ പറ്റിയൊരു രാജ്ഞിയായി ഒരു വല്ല ഗുണമുണ്ട് വീടിന്. തന്നെക്കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ജോലിക്ക് പോയാൽ കിട്ടുന്ന പൈസ മൊത്തം കുടിച്ച് നശിപ്പിക്കുക. എങ്ങനെ കുടിക്കും മനുഷ്യൻ? എങ്ങനെ കുടിക്കാതിരിക്കും? എനിക്ക് നിന്നെ കെട്ടിയെടുത്തതിനൊക്കെ എനിക്ക് ഒരു മനസ്സമാധാനത്തോടെ സാധനം ഉണ്ടായിട്ടുണ്ടാ. ഒന്ന് പണിയെടുത്തിട്ട് വന്നെടുത്ത് ഉറങ്ങണമെങ്കിൽ എനിക്ക് കുടിക്കാതെ പറ്റൂലടി. അങ്ങനത്തെ മൂദേവിയല്ല നീ അഹങ്കാരി. അയ്യോ, ഒരു രാജകുമാരൻ വന്നേക്കണ രാജകുമാരൻ. തന്നെ കിട്ടി അന്ന് തുടങ്ങിയ എന്റെ കഷ്ടകാലം. സമാധാനം എന്ന് പറഞ്ഞ എനിക്ക് ജോലിക്ക് പോലെ കുടിയില്ല വലിയില്ല. എന്നിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴ മൂക്കറ്റം കുടി. ജോലിക്ക് ഞാൻ നീ എന്റെ അമ്മയുടെ കല്യാണത്തിന് മുമ്പ് ഞാൻ സിഗരറ്റ് മദ്യം എന്തെങ്കിലും തൊട്ടിട്ടുണ്ടോന്ന് നിന്നെ കെട്ടി അന്ന് മുതൽ പോയെന്റെ മനസ്സാണ്. എന്നെ കിട്ടി അന്ന് മുതൽ എന്റെ കഷ്ടകാലം തുടങ്ങി. ഇങ്ങോട്ട് നിങ്ങൾ എന്റെ അവസ്ഥ തന്നെ കിട്ടിയേക്കണം. എന്താണെന്നറിയോ? നിങ്ങളെപ്പോഴും പറയൂലേ ഇതിനകത്ത് കഥ അടച്ചിട്ട് ഇടിക്കുമ്പോ ഞാൻ ഇടിക്കല് നിങ്ങൾ ഇടിക്കല് പറയല്ലേ? പക്ഷെ സത്യം ഇനിയെങ്കിലും നിങ്ങൾ അറിയണം എന്റെ എവളെ ഇടിച്ചോണ്ടിരുന്നത്. ഇവള് അഹങ്കാരിയാണ്. ഇവള് വക്കീൽക്ക് പുസ്തകം ജോലിയുള്ള എന്റെ അഹങ്കാരമാണ് ഇവക്ക്. അതേടോ, എനിക്ക് ജോലിയുള്ളതിന്റെ അഹങ്കാരം തന്നെയാണ്. ഞാൻ നല്ല ജോലിക്ക് വേണ്ട. ഒരു ചെലവ് എനിക്ക് ആവശ്യമില്ല. നീ ഇറങ്ങി പോകാൻ പറഞ്ഞു. ആരടി എന്റെ അടുത്ത് ഇറങ്ങി പോകാൻ പറയാൻ? നീ ഇറങ്ങിക്കോളൂ. ഞാനിതിന് ഇറങ്ങണം. ഞാൻ ഇറങ്ങി പോവില്ല. ഒരു കാര്യം ഞാൻ പറയാം, നിനക്കുള്ള ഈ സ്ഥലത്തിന്റെ പൈസ ഞാൻ തരും. അപ്പൊ ഇറങ്ങിക്കൊള്ള ഈ വീട്ടിൽ നിന്ന്. അങ്ങനെ സ്ഥലത്തിന്റെ പൈസ മാത്രം തന്നാൻ പറ്റൂല. എനിക്ക് എന്റെ മക്കൾക്കുള്ള ചെലവിനും നഷ്ടപരിഹാരം തരണം. അങ്ങനെ തന്നെ എന്റെ മക്കൾക്ക് ഞാൻ ചെലവിന് കൊടുക്കും. പക്ഷെ നിനക്ക് തരൂലടി മൂദേവി. നീ ഉദ്യോഗസ്ഥല്ല, ഉദ്യോഗസ്ഥ. ഞാൻ ഉദ്യോഗസ്ഥയാണ്. കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ബാക്കിയുള്ള പറഞ്ഞു കൊടുക്കാൻ കണ്ണി ഞാൻ പൊട്ടിക്കും. അധികം വർത്താൻ കുടിച്ച് കൂത്താടി നടക്കുന്ന ആളാണ്. കൂടുമ്പോ ഞാൻ ഓളെന്നെ തല്ലു. നമുക്കത് കിടക്കണ്ടേ? ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. വ്യാരീജാതം ജാതകം ആഹൂയം നക്ഷത്രം വിവാഹകൻ അപ്പൊ അങ്ങനെ വന്നത്. ദിനപ്പൊരുത്തം കുഴപ്പമില്ല, അങ്ങനെ കാണുന്നുണ്ട്. ഇനിയിപ്പോ
ഗണപുരത്തം നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. പിന്നെ മഹേന്ദ്രപുരത്തം മഹേന്ദ്രപുരത്തുണ്ട്. അത് പെട്ടുപുരത്തുണ്ട്. മഹേന്ദ്രപുരത്തം അത് കുഴപ്പമില്ല. ഇനിയിപ്പോ എന്താ വെച്ചാൽ ഇതെല്ലാം കൂടെ കൊന്ന് കൂട്ടി കുറച്ച് നോക്കുമ്പോ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തന്നെ ജോത്സ്യരെ. പെണ്ണ് കാണാൻ നടന്ന് ഞാൻ തോറ്റ്. എനിക്കൊരു കല്യാണം കഴിച്ച് ജീവിക്കണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതിനെന്താ, എൻ്റെ കൂടെ ഒപ്പം പഠിച്ച പിള്ളേരൊക്കെ കല്യാണം കഴിച്ചപ്പോ അവരുടെ മക്കളൊക്കെ സ്കൂളിൽ പോണേ. എനിക്ക് മാത്രം ഇപ്പൊ ശരിയായിട്ടില്ല, ഒന്നും ആയില്ല. നോക്കാലോ. ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയില്ല പിന്നെ ഞാൻ ജീവിക്കണ വെറുതെ ജോത്സ്യരെ. പിന്നെ എന്താണ് ഇപ്പൊ ഒരു പ്രശ്നം ഇതിൽ കാണുകയെന്ന് വെച്ചാലേ, രാശിപുരത്തില്ല. രാശിപുരത്ത് വളരെ കുറവാ. നമ്മൾ എങ്ങനെ കൂട്ടിയും കഴിച്ചോ ഒക്കെ നോക്കിയാലും 4.5 പുരത്തേ കാണാളൂ. ഇവിടെ നിന്ന് 3-4 അങ്ങോട്ട് വെച്ചാൽ അങ്ങനെയൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വെക്കുക നടക്കൂലേ? 4.5 പുരുത്തം വെച്ചിട്ട് നമ്മളിത്. അയ്യോ അങ്ങനെ പറയല്ലേ. അതാ നല്ലത്. ജോത്സ്യര് പറഞ്ഞല്ലോ ഒരു 8.5 പൊരുത്തം ഉണ്ട് എന്ന് പറയല്ലോ നേരത്തെ. എന്തോ അത് മഹേന്ദ്രപുരത്തം. അത് 8.5 പൊരുത്തം ഇല്ലേ? അപ്പൊ ഇപ്പൊ 4.5 ആയില്ലേ? അപ്പൊ അതും ഈ 4.5 കൂടി ആവുമ്പോ 12.5 പൊരുത്തം ഇല്ലേ? അപ്പോൾ 2.5 പൊരുത്തം ബാക്കിയല്ലേ? അങ്ങനെയൊന്നുമല്ല, അതിനൊക്കെ കണക്ക് വേറെയാണേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഇത് വേണ്ടാന്ന് വെക്കുക. ഒരു 8-10 കുട്ടികളെ പോയിട്ട് കാണുക. എന്നിട്ട് കണ്ടിട്ട് അവരുടെയൊക്കെ ജാതകക്കുറിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് വരിക. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഒറ്റയടിക്കായിട്ട് നോക്കാം. അതാ നന്നാവുക. അല്ല, പെണ്ണ് കെട്ടാനല്ല ജോത്സ്യരെ, എനിക്കൊന്ന് പെണ്ണ് കാണാൻ പോകാനെങ്കിലും ഇത് പൊരുത്തം നോക്കിയിട്ട് ചെന്നാ മതി എന്നാ പറഞ്ഞിപ്പോ എല്ലാവരും. അങ്ങനെയൊന്നും പറയില്ലാന്നേ. ഇതൊക്കെ നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ പറ്റില്ല. അതാണ്. അല്ല, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ലെറ്റർ പേഡിൽ ഒന്ന് എഴുതി തന്നാ. അങ്ങനെ ചെയ്യാൻ പറ്റില്ലാന്നേ. അതല്ലേ താൻ എന്റെ പണി കളയോ? ഞാനിപ്പോ തനിക്ക് അങ്ങനെ വല്ലതും ചെയ്തു തന്നു എന്ന് വിചാരിക്കാം. അമ്മച്ചാണ് ഞാൻ ആരോടും പറയൂല. അല്ല, താൻ പറയൂല എന്നല്ല, എഴുതി തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് താൻ പുറത്തു പോയിട്ട് പറയും. 10 ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കഞ്ഞൂടി മുട്ടും. അല്ല ജോത്സ്യരെ, എന്റെ ജീവിതം വെറുതെ ആവും. എനിക്ക് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണ്. അങ്ങനെയൊന്നുമില്ലടോ, അങ്ങനെയൊന്നുമില്ല. എന്താ ഇപ്പൊ ചെയ്യാ? ഒന്നുമില്ല, ഇത് വേണ്ട. എന്തായാലും ഇത് വേണ്ട, അത് നടക്കില്ല. എന്നാ പിന്നെ ദക്ഷിണ വെച്ചിട്ടേ പൊക്കോളൂ. ഇത് നടക്കട്ടെ. നടക്കാതെ ഇനി ദക്ഷിണയില്ല. അല്ല, അപ്പോ ദക്ഷിണ മേടിക്കാനിരിക്കുകയാണ്. വേണ്ടവർക്ക് നുണ പറയും. അച്ഛനിങ്ങനെ മിണ്ടാതിരുന്ന എങ്ങനെയാണ്? ഇത്രയും പ്രായമായിട്ട് പെണ്ണ് കിട്ടാത്തവന്റെ വേദന എനിക്ക് അറിയാൻ പാടുള്ളൂ. എടാ പ്യാരി, നീ സമാധാനമായിട്ട് കുറച്ച് ആളൂടാ. ഈ കല്യാണം പറഞ്ഞത് കഴിക്കാതിരിക്കണവര് ഭയങ്കര കൊതിയായിരിക്കും. കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ അണ്ണാക്കി കുരുങ്ങിയ അവസ്ഥയാണ്. അതായിപ്പോ എന്റെ അവസ്ഥ. അച്ഛൻ്റെ അടുത്ത കൂട്ടുകാരൻ്റെ മോളെന്ന് പറഞ്ഞ് എന്റെ തലയിൽ കെട്ടി വെച്ച് തന്നാണ്. ഇപ്പൊ ഞാൻ അനുഭവിക്കുക. എനിക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണം. എനിക്ക് കല്യാണം കഴിക്കണം. നന്നായി. അച്ഛാ, ഇതൊന്നും അല്ല അച്ഛാ. കുട്ടികളില്ലാത്തവരുടെ വിഷമം അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛൻ എന്തൊന്നും മിണ്ടാത്തേ? അച്ഛൻ എന്ത് മിണ്ടാനാണ്? അച്ഛൻ സമയത്ത് കല്യാണവും കഴിച്ച് മക്കളും ഉണ്ടായി സന്തോഷമായിട്ടിരിക്കണം. ഞങ്ങൾ എന്താ ബുദ്ധിമുട്ട് അനുഭവിക്കണെന്ന് അറിയണ്ടല്ലോ. ഇങ്ങനെ ഒരു ചതി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നല്ല സന്തോഷമാണ് അച്ഛനെ. എന്ന് മക്കളുടെ പരാതി കേൾക്കാനല്ലേ അച്ഛനൊഴുള്ളൂ. എടാ, നിനക്ക് വേണ്ടി ഞാൻ എത്ര പെണ്ണ് കാണാൻ പോയടാ. എനിക്ക് പറ്റാണ്ടായപ്പോ എത്ര ബ്രോക്കർമാരെ കണ്ട് കാശ് കൊടുത്തു. കാശ് കൊണ്ടാണ് പോവാന്നല്ലാണ്ട് ആരെങ്കിലും തിരിഞ്ഞു നോക്കിയിരുന്നോ? ആള് ജാതകം പറഞ്ഞിട്ട് കല്യാണം മുടക്കും. എന്നാ പിന്നെ ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് കെട്ടിയിട്ട് വന്നൂടെ? ഞാൻ അവിടെ പോയി പ്രേമിച്ചുകൊണ്ടിരാനാണ്. ഞാൻ വിളിച്ച ഈ കുടുംബത്തോട്ടാന്ന് പറഞ്ഞ ആരെങ്കിലും വരണ്ടേ?
മുഴുവൻ ശകുനം എപ്പോഴല്ലേ ഇവിടെ? എടാ നിനക്ക് ഇപ്പോഴേ ഈ കുളത്തിൽ ചാടി ചാവണത് എന്തിന് ഇത്ര ധൃതി കാണിക്കണത്? സമാധാനമായിട്ട് കുറെ നാൾ നടക്കുന്നേ. നിനക്ക് നടക്കാതിരിക്കണാണ് നല്ലത്. അറിഞ്ഞൂടാത്തോണ്ടാണ്. അനുഭവിക്കണവരല്ലേ അറിയൂ. അതെ, ഇതിപ്പോ അതൊന്നുമല്ല, കുടുംബത്തിന്റെ എന്തോ ദോഷാണിത്. എല്ലാവർക്കും മേൽക്ക് മേലെ ഓരോന്ന് വരുന്നത് ദോഷ. ഓക്കെ, നമ്മുടെ ജ്യോത്സ്യൻ സത്യശീലനെ വിളിച്ചിട്ടൊന്ന് നോക്കിക്കാം. എന്തായാലും പ്രതിവിധി കാണാതിരിക്കില്ല. ജ്യോത്സ്യൻ പറയണ പോലെ ചെയ്താൽ എല്ലാം നടക്കും. അത് കഴിഞ്ഞിട്ട് മതി കാശ് ചെലവായിട്ടുള്ള ചികിത്സയൊക്കെ. കേട്ടാ, നാളെ രാവിലെ ജ്യോത്സ്യൻ സത്യശീലം വന്നിട്ട് ഗണിച്ചു നോക്കിയിട്ട് പ്രതിവിധി എന്താന്ന് പറയട്ടെ. എന്നിട്ട് അതുപോലെ ചെയ്യാം.